ഈ തണുപ്പ് കാലം അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ജലദോഷം പനിയൊക്കെ അല്ലേ. രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല തൊണ്ടവേദനയും ജലദോഷം. എന്നാൽ കുറച്ച് ചൂട് ചോറിലേക്ക് രസം ഒഴിച്ചിട്ടങ്ങ് പിടിച്ചാലോ എന്ന് വിചാരിച്ചു. ഒരു ചെറുനാരങ്ങ വലുപ്പത്തി കുറച്ച് വാളംപുളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ചൂടുവെള്ളമാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ, കുതിരാൻ വെച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് മിക്സിയുടെ ജാറിലോ കുത്തിപ്പൊടിക്കുന്ന കല്ലിലോ അരകല്ലിലോ എവിടെയെങ്കിലും വെച്ച് കുറച്ച് ജീരകവും കുരുമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ആ പൊടി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. കുരുമുളകാണ് ആദ്യം പൊടിച്ചത്. എരിവ് കൂടുന്നെന്ന് പറഞ്ഞുകൊണ്ട് കുരുമുളകിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. കുരുമുളകിൻ്റെ ആ ഒരു എരിവുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ചൊടി ഉണ്ടാവുള്ളൂ. അങ്ങനെ കുരുമുളക് പൊടിച്ചു. പിന്നെ അതിന് ശേഷം കുറച്ച് നല്ല ജീരകം കൂടി പൊടിച്ചു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്. കുറച്ച് വെളുത്തുള്ളി എന്ന് വെച്ചാൽ കുറച്ചധികം വെളുത്തുള്ളി കിട്ടോ. രസത്തിൽ ഈ കുരുമുളകും വെളുത്തുള്ളിയും അതൊക്കെയാണല്ലോ അതിൻ്റെ ഹൈലൈറ്റ്. എങ്ങനെ? ഇപ്പം ഞാൻ ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കുഞ്ഞുള്ളിയാണ്. കുഞ്ഞുള്ളി എണ്ണുവാണെങ്കിൽ 8-10 ഇല്ലെങ്കിൽ ഒരു അരക്കൈപ്പിടി. അതും നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. രസവും മോരുമൊക്കെ കാച്ചുമ്പോഴത്തേക്ക് ചീനച്ചട്ടി, അതായത് നമ്മുടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അല്ലെങ്കിൽ മൺചട്ടിയാണ് ബെസ്റ്റ്. അലൂമിനിയം പാത്രം മാക്സിമം ഒഴിവാക്കുന്നത് നല്ലത്. അതും ഈ പുളിയെല്ലാം കൂടി പ്രതിപ്രവർത്തിച്ച എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫിസിക്സ് നോക്കാത്തവർക്ക് ഇതൊന്നും പ്രശ്നമല്ല കേട്ടോ, ഞാനൊന്ന് പറഞ്ഞതെന്ന് മാത്രം. ചട്ടി ചൂടായി വന്നപ്പോഴത്തേക്ക് നല്ല നാടൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവയും പൊട്ടിച്ചു. എന്നിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയില്ലേ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചു. മൂത്ത് വരുന്ന സമയത്തേക്ക് ഒരു 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി കേട്ടോ. അത് കുനുകുനാന്നരിഞ്ഞിട്ട് അതും ചേർത്തു. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയത് ഏകദേശം ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണോളം നമ്മുടെ കശ്മീരി മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി. ഇതങ്ങ് വഴന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും നമ്മുടെ നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റാം. എന്നിട്ട് ആദ്യം വെള്ളത്തിൽ വെച്ചിരുന്ന പുളിയില്ലേ, അത് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് ആ വെള്ളം ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് എന്തോരം വെള്ളം വേണോ പുളി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും അവസാനമായിട്ട് കുറച്ച് കായപ്പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയായി. എനിക്ക് മല്ലിയില ഇല്ലായിരുന്നു. ഇനി കടയിലൊക്കെ ഈ വയ്യാഴിയം വെച്ചുകൊണ്ട് പോയി മേടിക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് മല്ലിയില കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് കിട്ടുള്ളൂ. മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പുളി രസമാണ് കേട്ടോ. പിന്നെന്താ, കോമ്പിനേഷനായിട്ട് വൻപയറോ ചെറുപയറോ കടലക്കറിയോ എന്ത് വേണമെങ്കിലും ആക്കാം. ആ ചൂട് ചോറിനകത്തോട്ട് കുറച്ച് രസം ഒഴിച്ച് ആ കറിയും കൂടി കൂട്ടിയിട്ട് അങ്ങോട്ടൊരു പെട. ഈ വന്നേക്കുന്ന ജലദോഷവും തൊണ്ടവേനയൊക്കെ ഇങ്ങ് പമ്പ കിടക്കുന്നേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ.